നമുക്കിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ മാന്ത മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനിയിപ്പം നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞാൻ ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും കൂടെ തന്നെ കുറച്ചൊരു 3-4 പീസ് വെളുത്തുള്ളി ചതച്ചതും അതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് ഓണാക്കി ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപ്പ് ചേർക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. നമുക്കിനി വൃത്തിയാക്കി വെച്ച ഫിഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മസാലയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാക്കി എടുക്കേണ്ടത്. ഈ ഫ്ലെയിമൊന്ന് നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടേ ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ പറ്റുമേ. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യേണ്ടത്. ജസ്റ്റ് 2-3 പ്രാവശ്യം അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ പണിയുള്ളൂ കേട്ടോ. ഇത് നല്ല സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു.